ഒരു വീട്ടിൽ നിന്നും 4 പേർ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. കോട്ടയത്ത് കുമാരപുരത്ത് KKVM ഹയർ സെക്കൻഡറി സ്കൂളിൽ 5ാം ക്ലാസ്സിലേക്കാണ് 4 പേരും പോകുന്നത്. സാജു നീതു ദമ്പതികളുടെ ഒറ്റ പ്രസവത്തിലെ 4 മക്കൾ ഒരുമിച്ച് സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അഖിലുണ്ട് നമുക്കൊപ്പം. അഖിൽ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരുമിച്ച് പോവുകയാണ് 4 കുഞ്ഞുങ്ങൾ. എല്ലാ അധ്യയന വർഷത്തിലും എനിക്ക് തോന്നുന്നു ഇവര് പലപ്പോഴായിട്ട് പല മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നവർ കൂടിയാണ്. അപ്പോൾ 5ാം ക്ലാസ്സിലായതുകൊണ്ട് മറ്റു പരിഭ്രമങ്ങളൊന്നുമില്ല അല്ലേ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. കോട്ടയമല്ല, ആലപ്പുഴയാണ്. ആലപ്പുഴ ഹരിപ്പാടാണ് ഈ 4 പേരുള്ളത് എന്നുള്ളതാണ്. അവരത് 5ാം ക്ലാസ്സിലേക്ക്, അതൊരു പുതിയ സ്കൂളാണ്. അപ്പോൾ ആ പുതിയ സ്കൂളിലേക്ക് അവർ പോകാനുള്ള ഒരുക്കം അങ്ങനെ ഗംഭീരമായിട്ട് അവിടെ നടക്കുകയാണ് എന്നുള്ളതാണ്. 4 പേരും പുതിയ ഉടുപ്പൊക്കെ ഇട്ട് അങ്ങനെ ആ ബാഗുകളും ബുക്കൊക്കെ ഒരുക്കി വെച്ച് അവരിങ്ങനെ പോകുന്നതിൻ്റെ ഒരുക്കത്തിലാണെന്നുള്ളത്. 4 പേരും ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളിലൂടെ കിടന്ന് ആദ്യം കടന്നു പോകുന്നത്. ആദ്യമായിട്ടല്ലേ പുതിയ സ്കൂളിലേക്കല്ലേ പോകുന്നത്? എങ്ങനെയുണ്ട്? അതെങ്ങനെ പോകുമ്പോൾ ഇത് ആദിക്ക് അല്ലേ? അപ്പോ ആയിലാണ് അരുൺകുമാർ 4 പേരും പേര് തുടങ്ങുന്നത് എന്നുള്ളതാണ്. എങ്ങനെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും? അപ്പോ എന്താ സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരുമായിട്ട് നന്നായിട്ട് പഠിക്കാനും നല്ല വിജയം നേടാനും ഒക്കെ ഉണ്ട്. പഴയ കൂട്ടുകാരൊക്കെ കൂടെ കിട്ടുമോ? എന്താ തോന്നുന്നത്? കിട്ടുമായിരിക്കും. ടെൻഷൻ ഉണ്ടോ? ഇല്ല. ഇല്ല. പുതിയ സ്കൂളിൽ പുതിയ ഫ്രണ്ട്സ് അല്ലേ? അതെ. അപ്പോ ഇന്ന് പോകാനുള്ള എല്ലാം ആയി. സന്തോഷത്തിലാണോ? ആണ്. എന്തൊക്കെ ബുക്കൊക്കെ എടുത്ത് വെച്ചു? എല്ലാം വാങ്ങി വായിച്ചു നോക്കിയായിരുന്നു? ഇതൊക്കെ പുസ്തകമൊന്നും കിട്ടിയില്ല. അതെന്താണ്? ഇത് കിട്ടുന്ന പറഞ്ഞതല്ലേ? അപ്പൊ എന്താ 5ാം ക്ലാസ്സിലേക്ക് എത്തുകയാണ്. അപ്പൊ എന്താ തോന്നുന്നു? നല്ല സന്തോഷമൊക്കെ ഉണ്ട്. പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടുന്നുണ്ട്. നല്ല സന്തോഷമൊക്കെ ഉണ്ട്. അത് ശരി, സന്തോഷത്തിലാണ്. ഇത് ഇവിടെ അരുൺകുമാർ, നമുക്ക് ഈ ചുവരുകളിലേക്കൊക്കെ, അത് ഒരാളുള്ള വീട്ടിലാണെങ്കിൽ തന്നെ ചുവരുകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ഒരു ചുവരുകളിൽ എവിടെയും ഒരു ഗ്യാപ്പും ഇല്ല എന്നുള്ളതാണ്. മൊത്തം എഴുത്തും വരകളും ചിത്രങ്ങളും ഒക്കെ ആയിട്ടുള്ളതാണ്. മിന്നൽ മുരളിയുടെ ഫാൻ ആരും ഇവിടെ കൂടുതലുണ്ടെന്നു. കാരണം നമുക്ക് ഈ ചുവരുകളിൽ മുഴുവൻ മിന്നൽ മുരളി എന്ന് എഴുതി വെച്ചിട്ടുള്ളതാണ്. കാരണം ആരെവിടെ മിന്നൽ മുരളിയുടെ എത്ര ആരാധകർ? നിങ്ങൾ രണ്ടോളാണോ മിന്നൽ മുരളി അത്ര ഇഷ്ടമാണോ? കൂട്ടത്തിൽ ആരെങ്കിലും പാട്ട് പാടുവോ? ആരാ പാടുന്നത്? നമുക്ക് 4 പേർക്കും പാടാ കൂടി ഒരു പാട്ട് പാടിയാലോ? ഒരു പാട്ട് പാടിക്കോ. ഏതാ പാടുന്നത്? ഏതെങ്കിലും പാടിക്കോ. പഠിച്ച ഏതെങ്കിലുമൊക്കെ പാട്ട് ഏതെങ്കിലും ആവേശത്തിലെ പാടി. നാടി നന്മകനെ പൊന്മകനെ മൂത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരനെ നിങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോയി അണ്ണം വന്നാൽ കുമ്പിട്ടു നില്ല് ഇരുട്ടിൽ വരും രാജാവുക്ക് എല്ലാരും ചൊല്ല് ഇവനെ തൊഴുവാനാ എന്നും ജനത്തിരക്ക് കാലം നടുക്ക് വെച്ച സ്വർഗം പോലും ഇല്ലുമിനാട്ടി. ശരി, നമുക്ക് അവിടെ മതി. അത് കഴിഞ്ഞിട്ടുള്ള പാട്ട് നമുക്ക് കേൾക്കുന്നത് പേടിയാണ്. ശരി, ഇല്ലുമിനാട്ടി അല്ലേ? ഓക്കെ, താങ്ക് യു. ഇല്ലുമിനാട്ടി അല്ലേ? ഇല്ലുമിനാട്ടി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പല ആൾക്കാരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആവേശം എന്ന സിനിമയിലെ പാട്ടാണ് കുട്ടികളുടെയൊക്കെ മനസ്സിലുള്ളത്. നമ്മൾ പോകുമ്പോൾ പാടിക്കൊണ്ടിരുന്ന പാട്ട് ഏതാ? കാക്കേ കാക്കേ കൂടെവിടെ അല്ലേ? ഓർമ്മയുണ്ടോ? പഴയ പാട്ടൊക്കെ ഉണ്ട്. അതൊന്നുമല്ല, വേറെ ചില പാട്ടുകളൊക്കെ നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് പാടിയിരുന്നു. പക്ഷേ ആ പാട്ടിലെ ഒരു വരിയിൽ കുറച്ച് കുഴപ്പമുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതുമാണ്. അതൊക്കെ പോട്ടെ.